ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷാ ഫലം വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ഇനി അങ്ങോട്ടൊരു കരിയറായി ചൂസ് ചെയ്യേണ്ട എന്ന യാതൊരുവിധ ധാരണയും ഇല്ലാത്ത പല വിദ്യാർത്ഥികളും ഉണ്ട്. മുൻപിൽ വരുന്ന പരീക്ഷ ഏതാണോ അത് എഴുതി മുന്നോട്ട് പോയി കിട്ടുന്ന കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങാം എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ നല്ല നല്ല കോഴ്സുകൾ ചേരാൻ കഴിയും, അല്ലെങ്കിൽ ഏതൊക്കെ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയെല്ലാം അഡ്മിഷൻ കിട്ടുമെന്ന വ്യക്തമായൊരു ധാരണ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പകർന്നു തരാൻ പോവുകയാണ്. ആദ്യമായി നിങ്ങൾ എല്ലാവരും +2 പരീക്ഷ നല്ല മാർക്കോട് കൂടി അല്ലെങ്കിൽ അത്യാവശ്യം മാർക്കോട് കൂടി വിജയിച്ച വിദ്യാർത്ഥികളായിരിക്കും. ഇനി നിങ്ങൾക്ക് പല മത്സര പരീക്ഷകളും എൻട്രൻസ് എക്സാമിനേഷനുകളും എഴുതി അതിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. പിന്നെ ഭൂരിപക്ഷം ഒരു മെജോറിറ്റി ഒരു 70-80% വിദ്യാർത്ഥികളും ഫോക്കസ് ചെയ്യുന്ന ഡിഗ്രി അഡ്മിഷനുകളുണ്ടാവും. ഈ കേരളത്തിലെ ഡിഗ്രി അഡ്മിഷൻ അല്ല അതിൻ്റെ അലോട്ട്മെന്റിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ മെയിൻലി 3 തരത്തിലുള്ള കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് ഗവൺമെന്റ്, ഫുള്ളി ഗവൺമെന്റ് ആയിട്ടുള്ള കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, പിന്നെ വരുന്ന ഒരു കാറ്റഗറി ഓട്ടോണോമസ് കോളേജുകളാണ്. അപ്പോൾ ഇത് 4 തമ്മിലുള്ള വ്യത്യാസവും എത്ര ശതമാനത്തോളം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ പ്രവേശിക്കാം, ഏതൊക്കെ സബ്ജക്റ്റിന് പ്രവേശിക്കാം എന്ന രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ തരാൻ പോവുകയാണ്. ഗവൺമെന്റ് കോളേജുകൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി തുടങ്ങി അഞ്ചിൽ പുറത്ത് മെയിൻലി ഞാൻ ഈ 4 യൂണിവേഴ്സിറ്റി പറയുന്നുള്ളൂ, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഗവൺമെന്റ് സീറ്റുകളിൽ പഠിക്കണമെന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികളായിരിക്കും ബഹുഭൂരിപക്ഷവും. ആർക്കും തന്നെ വലിയൊരു തുക ഫീസ് കൊടുത്ത് ഈ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കോളേജുകൾ തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകൾ നിങ്ങൾക്ക് വളരെയധികം ഫീസ് കുറവായിരിക്കും. മെയിൻലി ഒരു ചെറിയൊരു തുകയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി 4 വർഷത്തെ കോഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. എയ്ഡഡ് കോളേജുകൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി ഫീസ് അധികമാവും, പക്ഷേ അത് ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കോളേജുകളായിരിക്കും എയ്ഡഡ് കോളേജുകൾ. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ഫീസും കാര്യങ്ങളും എല്ലാം വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് മാത്രമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ലഭിക്കുന്ന ആ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു മാർക്കിന് ഉപരി നിങ്ങൾക്ക് കയ്യിലുള്ള പണമായിരിക്കും കൂടുതലും അവിടെ ചെലവാക്കേണ്ടി വരുന്നത്. ഇനി ഓട്ടോണോമസ് കോളേജുകളിലാണെങ്കിൽ അവരൊരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കും പ്രവർത്തിക്കുന്നത്, പക്ഷേ ആ കോളേജുകളിലെ പരീക്ഷയുടെ പേപ്പറുകൾ വാല്യുവേഷൻ ചെയ്യുന്നതും മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ആ കോളേജിന്റെ ഒരു അതോറിറ്റി ആയിരിക്കും. അവിടെ സർക്കാരിന് യാതൊരു വിധത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതിലിനി അഡ്മിഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം 85%-നും 90%-നും ഇടയിൽ ഇൻഡെക്സ് മാർക്ക് വരുന്ന അല്ലെങ്കിൽ അത്രയും മാർക്ക് +2 കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെന്റ് കോളേജുകളിൽ സയൻസ് സബ്ജക്റ്റുകളിൽ ആ ഒരു അഡ്മിഷൻ കിട്ടുവാനുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും. സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി BSc കെമിസ്ട്രി, BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ബയോളജി, സുവോളജി തുടങ്ങിയ സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ ഇതിൽ ഏറ്റവും മെയിൻലി പറയുന്നത് ഈ ഒരു കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഒരു 90%-ന് മേലെയെങ്കിലും മാർക്കുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും കിട്ടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് നമ്മുടെ റിസർവേഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്കും OBC, SC, ST തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ശതമാനത്തിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ സയൻസ് വിഷയങ്ങൾക്ക് വേണ്ട അത്രയും മാർക്ക് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് വിഷയങ്ങളും ഒരു ഡിഗ്രി അഡ്മിഷന് കിട്ടുവാനായിട്ട് വേണ്ടി വരത്തില്ല. ഇത് ഞാൻ പ്യുവർലി പറയുന്നത് കൂടുതൽ വിദ്യാർത്ഥികളും ഫോക്കസ് ചെയ്യുന്നത്, സയൻസ് കഴിഞ്ഞിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു BSc വിഷയങ്ങളിലായിരിക്കും, BSc ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും. അപ്പോൾ ആ വിഷയങ്ങളിൽ കോളേജുകളിൽ അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ സയൻസ് സബ്ജക്റ്റുകൾ കിട്ടുവാനുള്ള സാധ്യത നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ലാംഗ്വേജസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. BA ഇംഗ്ലീഷ്, BA മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്രയും മാർക്ക് വേണ്ടി വരില്ല. ഏകദേശം 70-75% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകളിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ വരുന്നത് നമ്മുടെ എക്കണോമിക്സ് സബ്ജക്റ്റുകളാണ്. കൊമേഴ്സിൽ തന്നെ എക്കണോമിക്സ് തുടങ്ങിയുള്ള സബ്ജക്റ്റുകളിൽ ഏകദേശം 80%-ന് മേലോട്ട് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ, ഫസ്റ്റ് അലോട്ട്മെന്റ്
തന്നെ അഡ്മിഷൻ കിട്ടാൻ സഹായിക്കും. പിന്നെ BA ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ കുറച്ചും കൂടി മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ് കോളേജുകളുടെ കാര്യമാണ്. ഇനി എയ്ഡഡിലേക്ക് വരുമ്പോൾ ഇത്രയും മാർക്ക് വേണ്ടി വരത്തില്ല. കാരണം എയ്ഡഡിൽ കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഈ ഒരു ഗവൺമെൻറ്റിലെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ പോയതിന് ശേഷം അതിൽ താഴേക്ക് മാർക്കുള്ള വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു എയ്ഡഡ് കോളേജുകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അത്രയും വിജയ ശതമാനം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് എയ്ഡഡിൽ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഫീസ് കൂടുതലായിരിക്കും. ഇനി നാം പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇതുപോലെ അലോട്ട്മെന്റ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് സ്വാധീനവും അല്ലെങ്കിൽ പണത്തിന്റെ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഫീസിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്ത് മാത്രമാണ് ആ ഒരു കോളേജുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടുത്തെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഏകജാലക പ്രവേശനമായിരിക്കും. നിങ്ങൾക്ക് ഒറ്റ സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണോ ഗവൺമെന്റും എയ്ഡഡും കോളേജുകൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വച്ചിരിക്കുന്ന ഫസ്റ്റ് ഏത് കോളേജിൻ്റെ ആണോ പ്രയോറിറ്റി, രണ്ടാമത്തെ പ്രയോറിറ്റി ഏതാണ്, അതനുസരിച്ച് അലോട്ട്മെന്റുകൾ വരികയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇനി ഓട്ടോണോമസ് കോളേജിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ നിങ്ങൾ അതത് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറിയായിരിക്കണം അത് അലോട്ട്മെന്റിന് കൊടുക്കേണ്ടത്. അത് ക്ലിയർലി ആ കോളേജ് പറയുന്ന നിബന്ധനകളും മാനദണ്ഡങ്ങളും അവർ പറയുന്ന ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്ത് ഓരോ കോളേജിനും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അലോട്ട്മെന്റ് ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതത് കോളേജുകളുടെ സൈറ്റിൽ കയറി അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പം വിജയ ശതമാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഇനി ഇമ്പ്രൂവ്മെന്റ് എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. +1 ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം +1 ഇമ്പ്രൂവ്മെന്റ് റീവാലുവേഷൻ റിസൾട്ട് വരാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈനൽ മാർക്ക് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിലേക്ക് പരിഗണിക്കുന്നത്. ഈ ഡിഗ്രി അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റിയോ മറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളെ കരിയർ ചൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ സഹായങ്ങൾ നൽകുവാനായിട്ട് ഞങ്ങൾ ഈ ഒരു ചാനലുമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് വീഡിയോകൾക്ക് ഞാൻ നമ്മളോടൊപ്പം തുടരുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.